ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. 056/2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡി ആണ്. ഡി ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. 1. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. 1. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 2. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. 3. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. 4. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അപ്പോൾ ഇതിലേതാണ് ശരി? അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് താഴെ പറഞ്ഞ പ്രസ്ഥാനം ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1, 2, അതായത് 1, 2, 4 ആണ് ഇതിലെന്താ ശരിയായത്. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാ? ഉത്തരം എ ആണ്. 1, 2, 4 ആണ് ഇതിൽ ശരി. ഇനി നമുക്ക് അടുത്ത നോക്കാം. 2. താഴെ പറയുന്നവർ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അപ്പോൾ താഴെ പറയുന്നവർ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്ന് നോക്കാം. 1. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. 2. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. 3. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. 4. മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളോടും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം എന്താ? ഇതിൽ ഉത്തരം ഡി ആണ്. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ്. ഇനി അടുത്തത് 3. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഇതിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. അപ്പോൾ കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. 1. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. അപ്പോൾ ഇത് ശരിയാണ്. ബി നോക്കാം. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. അപ്പോൾ ഇത് തെറ്റാണ്. സി നോക്കാം. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ഡി. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. അപ്പോൾ NSS സ്ഥാപിച്ചത്. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് വരുന്നത്? അപ്പോൾ താഴെ പറയുന്ന ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ബി ആണ് തെറ്റ്. 4. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത് എന്നതാണ് ഇവിടെ ചോദിച്ചത്. 1. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. 2. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? 4ാമത്തെ ഏതാണ് ശരി? ഫലമായി ഉണ്ടായത് എന്താണ്? ഉത്തരം സി ആണ്. 1, 2, 3 മാത്രമാണ് എന്ത്? 4ാമത്. ഉത്തരം സി ആണ് ശരി. നമുക്ക് 5ാമത്തെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടത്? ഇപ്പോൾ നമുക്ക് ഉത്തരം വേഗം പറഞ്ഞു പോട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൽ ഉത്തരം എ ആണ്. 1, 3, 4 ആണ് ശരി. 1 എന്ന് വെച്ചാൽ ക്യൂബ മിസൈൽ പ്രസിദ്ധമായി. 3 വിയറ്റ്നാം യുദ്ധം. 4 നാറ്റോയുടെ രൂപീകരണം. ഇതാണ് ഇതിൽ ശരിയാത്ത ഉത്തരം. എ ആണ് ശരി. 6. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്നവയിൽ ഏതാണ് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഒന്നുത്തിൽ ഒന്നും എന്താ ശരിയല്ല. 7ാമത്തെ താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വതന്ത്ര നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? 4 ആണ് കേട്ടോ. ഉത്തരം 4 ആണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന നിയമം നിർബന്ധിച്ചു. ഇതാണ് ഇതിന് ഭാഗമല്ലാത്തത്. ഇനി 8ാമത് നോക്കാം. താഴെ പറയുന്നവർ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ
പ്രധാന നേതാക്കൾ. അപ്പോൾ താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ഉത്തരം ഡി ആണ്. മുകളിൽ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. ഇവർ ഉത്തരം ഡി ആണ്. ഇവർ 5 പേരും വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. നമുക്ക് 9ാമത്തെ നോക്കട്ടോ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ്. അതിൽ ഉത്തരം 1ഉം 4ഉം ആണ് ശരി. 1, പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രാതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് യൂണിയന്. 4, ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേയൊരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം എന്നാണ്. അപ്പോൾ ഇതിൽ ഉത്തരം സി ആണ്. ഇനി 10ാമത്തെ നോക്കാം. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇവിടെ ചോദിച്ചത് ഏതാണ് ശരിയല്ലാത്തത് എന്നാണ്. ഉത്തരം ബി ആണ്. 2ഉം 4ഉം ആണ് ഇവിടെ ശരിയല്ലാത്തത്. ഇനി 11ാമത്തെ, ഭാരതീയ മൺസൂണിലെ തീവ്രത വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്ന ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതമായ വിശദീകരണം എന്ന് പറയുന്നത് ഉത്തരം ബി ആണ്. 12, പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ സി ആണ്. ഇത് കാലാവസ്ഥ ഏറ്റവുമായി പ്രവർത്തിക്കുന്നു. എളുപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. ഇനി അടുത്തത് 13ാമത്തെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് ഒരു പ്രധാന പരിമിതി ഏറ്റവും നന്നായി ഇതാക്കുന്നതെന്നാണ്? എ ആണ്. 13ാമത്തെ എ ആണ് ശരി. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുന്ന കാലാവസ്ഥയും രൂപീകരണ പ്രക്രിയകൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഉത്തരം ബി ആണ്. 15ാമത്തത്, ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണെന്നാണ്. ഇവിടെ ഉത്തരം ബി ആണ്. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയം ഉണ്ടാക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചുള്ള കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴ, നിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പരപ്പിനെ സ്വാധീനിക്കും. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ 15ാമത്തെ എന്താണ്? ബി ആണ് ശരിയായ ഉത്തരം. 16ാമത്തെ, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. അപ്പോൾ ഇവിടെ ബി ആണ് ശരിയായ ഉത്തരം. 2 മാത്രമാണ് കേട്ടോ. 2 മാത്രമാണ് ശരി. 17ാമത്തെ, വരുമാന കമ്മിറ്റിയും ധനകമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണെന്നാണ്. ഉത്തരം എ ആണ്. റവന്യൂ കമ്മിറ്റി ഉണ്ടാക്കുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനകമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. 18ാമത്തെ, താഴെ പറഞ്ഞതിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? സി ആണ്. 19ഉം ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? 19ാമത് ഡി ആണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 20, നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ബി ആണ്. 1ഉം 3ഉം ആണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. 3ാമത്തെ, നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ഇനി 21, വകുപ്പുവൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4 PS എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം എന്നാണ്? സി ആണ് കേട്ടോ. 1ഉം 3ഉം 4ഉം ആണ്. 1 ഉദ്ദേശം, 3 പ്രക്രിയ, 4 വ്യക്തികളും സ്ഥലവും. 1ഉം 3ഉം സി ആണ് ശരിയായ ഉത്തരം. 1ഉം 3ഉം 4ഉം. 22, 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം എ ആണ് കേട്ടോ. 1 മാത്രം. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഇനി 23, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക്
ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച സംഭവമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? 23 ആണ് കേട്ടോ. 1 ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, 2 ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതു പരാതികളുടെയും വകുപ്പ് എന്നതാണ്. 24 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില ഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങൾ വിവരങ്ങൾ നൽകാൻ അവർ ബാധിതരാണ്. അപ്പോൾ ഏതാണ് 24? ഏതാണ്? 4 ബി ആണ് കേട്ടോ. 2, 3 ആണിത്. മനുഷ്യാവകാശ ലംഘനങ്ങളും അഴിമതിയും. 25 താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നതാണ് ചോദിച്ചത്. കൂറുമാറ്റ നിരോധന നിയമവുമായി 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡി ആണ് കേട്ടോ, ഓൾ ഓഫ് ദി അബവ്. 26 ഇന്ത്യൻ ഭരണഘടനയെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42 ആണ് കേട്ടോ. 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 28 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ അപ്പം 28 ബി ആണ്. 1, 2, 4 ആണ് കേട്ടോ. 1, 2, 4 ആണ്. 29 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് 1949 നവംബർ 26, പിന്നെ 1950 ജനുവരി 26. ശരി. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഏതു സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്? ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഏതു സംസ്ഥാനത്ത് രാഷ്ട്രപതിയാണ് ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് എന്നതാണ് ചോദിച്ചത്. ഉത്തരം ബി ആണ്, ആർട്ടിക്കിൾ 356. മുമ്പ് കേന്ദ്ര കഥാപാത്രവുമായി വരുന്ന സമകാലിക മലയാള നോവൽ ഏത് എന്നതാണ് ചോദിച്ചത്. 31 എ ആണ്, സമുദ്രശീല. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ഭയശീലങ്ങൾ വളക്കിലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഇവിടെ ചോദിച്ചത് മലയാള ദിനപത്രം ഏത് എന്നതാണ്. ഉത്തരം ഡി ആണ്, സ്വദേശാഭിമാനിയാണ് കേട്ടോ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥ എന്ന വരികളിലെ ഇതാണ്. ഏത് അനുഷ്ഠാന കാലവുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രദേശമായത്? സി ആണ്, പൂരം. സി ആണ് കേട്ടോ, പടയണിയാണ്. പൂരല്ല, പടയണിയാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരംഭിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. ഇതിലാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യം മലയാളത്തിൽ നേടിത്തത് ശ്രീ PJ ആൻ്റണിയാണ്. സിനിമ ഏത് എന്നതാണ്. നിർമ്മാല്യം. 38 ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം. ഇപ്പോൾ ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920 ആണ്. 39 ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏത്? ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏത് എന്നതാണ്. കബഡിയാണ്. 39 കബഡിയാണ്. 40 ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വോളിബോളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സൈബർ ബുള്ളിങ്. ലാൻ ആൻഡ് ബാൻ എന്നാണ്. 98 ഡി ആണ്. 99 ശരിയായ വാക്യം കണ്ടെത്തുക. അമ്മയുടെ കുറ്റം പരസ്യമായി പറഞ്ഞല്ല നിയമം നിലനിന്ന് കാര്യം ഇപ്പോഴും നോക്കണം. ഡി ആണ്. 100 എന്താണ്? 100 എ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.